ഇനിയിപ്പോ വേറെ മോതിരം വാങ്ങാനുള്ള സമയമുണ്ടോ നമുക്ക്? അറിയാലോ, ഈ മുഹൂർത്തം കഴിഞ്ഞാ പിന്നെ അടുത്ത 3 മാസം കഴിഞ്ഞേ ഇനി ഒരു മുഹൂർത്തമുള്ളൂ. മോതിരം എവിടെ പോന ചേച്ചി? ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. എന്താ പ്രതാപ നീ പറയുന്നേ? യാമിനി പറഞ്ഞത് മോതിരം ബോക്സിനകത്ത് തന്നെ വച്ചെന്നല്ലേ? ആരെങ്കിലും എടുക്കാതെ എങ്ങനെയാ മോതിരം ബോക്സിന്റെ പുറത്തു പോകുന്നത്? ഒരു മോതിരം ആയിരുന്നെങ്കിൽ എവിടെയെങ്കിലും മിസ്സായതാണെന്നെങ്കിലും വിചാരിക്കാം. ഇതിപ്പോ 2 മോതിരങ്ങളും ബോക്സിലില്ല. യാമിനി എടുത്തതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. യാമിനി ഈ കുടുംബത്തിലെ അംഗമല്ലേ? പുറത്തുനിന്ന് വന്നവരാരെങ്കിലും ഈ വീട്ടിലിപ്പോ ഉള്ളവരെല്ലാം നമ്മുടെ ബന്ധുക്കളാ. ദേ ഇവരെ ഒഴിച്ച് എനിക്കിവരെ സംശയമുണ്ട്. ആവശ്യമില്ലാത്ത എളിമയൊക്കെ കാണിച്ച് അമ്മാവനെ മയക്കി കൈ കിട്ടുന്ന വിലപിടിപ്പുള്ള എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ട് പോവാനാ ഇവരുടെ ഉദ്ദേശമെന്ന് ഇവരുടെ മുഖത്തെ കള്ള ലക്ഷണം കണ്ടാ അറിയാം. ദീപക്, അത് രാജുവിന്റെ കുടുംബം. രാജുവിന്റെ അച്ഛനും അമ്മയും എനിക്ക് എന്റെ അച്ഛനമ്മമാരെ പോലെയാ. സംസാരിക്കുന്നത് സൂക്ഷിച്ച് മര്യാദയ്ക്ക് സംസാരിക്കണം. രാജുവിന്റെ അച്ഛനും അമ്മയും എനിക്ക് എന്റെ അച്ഛനമ്മമാരെ പോലെയാ. സംസാരിക്കുന്നത് സൂക്ഷിച്ച് മര്യാദയ്ക്ക് സംസാരിക്കണം. ദിവകെ, മോതിരങ്ങൾ കാണാനില്ലെന്ന് വെച്ച് ഒന്നും ചിന്തിക്കാതെ രാജുവിന്റെ കുടുംബത്തിന് മേലിൽ അതിന്റെ പഴി നീ ചുമത്താൻ ശ്രമിക്കുന്നത് അത് ഒട്ടും ശരിയായ പ്രവൃത്തിയല്ല. ദീപക് സാറേ, എന്തിനാ സാറേ ഞങ്ങളെ എപ്പോഴും ഇങ്ങനെ ശത്രുക്കളെ പോലെ കാണുന്നത്? ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു വാക്ക് ഞങ്ങൾ ചോദിച്ചാൽ വർമ്മ സാർ ഞങ്ങൾക്ക് സാധിച്ചു തരും.